ചേച്ചി നീ ജാതിക്ക് പറക്കാൻ പറ്റില്ല. നീ ആരാടാ എന്നോട് എടുക്കണ്ടെന്ന് പറയാൻ? അയാളടുത്ത് കളിക്കണ പോലെ എൻ്റെ അടുത്ത് കളിക്കണ്ട. ഞാനേ കുറെ നാളായി ഇതൊക്കെ തുടങ്ങിയിട്ട്. അവ എന്നെ പേടിപ്പിക്കാൻ വന്നേ. നീ എന്താ പോലീസിനെ വിളിക്കോ? പോലീസിനെ വിളിക്കും, പട്ടാളത്തിനെ വിളിക്കും. പക്ഷെ നിങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ എൻ്റെ പിള്ളേരെന്നെ മതി. നീ പോലീസിനെ പട്ടാളത്തിന് ആരെ ചെങ്ങ് കൊണ്ടുവന്നിറക്ക്. എൻ്റെ ഒരു പിള്ളേര് അവൻ പുറത്ത് സാമൂഹ്യ പ്രവർത്തകനാ. ഞാനങ്ങോട്ട് പേടിച്ച് മുള്ളൂന്ന് വിചാരിച്ച നീ. കാണിച്ചു തരാടാ, നിനക്കുള്ള പണി ഞാൻ കാണിച്ചു തരാം. നീ കൗസ് ആരാൻ നിനക്ക് അറിയില്ല. നീർക്കോലി പേര് ഇരുന്നവ പത്തി വിളിച്ച് ആടാണ് എൻ്റെ അടുത്ത്. കൗസ് ആരാന്ന് അവൻ അറിയില്ല. അവൻ്റെ ഒരു ഇലക്ഷന് നിക്കല്. പണി ഞാൻ തരാം മോനെ, പണി ഞാൻ തരാം. എനിക്കും നിൽക്കണം ഇലക്ഷന്. പിന്നെ ഇനി ഈ പടകാളി വേഷം അഴിച്ചു വയ്ക്കാനുള്ള സമയമായി കൗസുവിന്. നാളെ മുതൽ കണ്ട കൗസുവിന്റെ രൂപത്തിലും സ്വഭാവത്തിലും മൊത്തത്തിലൊരു മാറ്റം ഞാൻ കൊണ്ടുവരും. ഇത് കിട്ടിക്കഴിഞ്ഞ ഇതെങ്ങനെ നിലനിർത്തണമെന്നും കൗസുവിനറിയാം. കൗസന് വരവുണ്ട് മക്കളെ. ഹലോ, ഞാൻ പടകാളി കൗസു നോമിനേഷൻ കൊടുത്തത്. എൻ്റെ അടുത്ത് തല്ലിട്ടുള്ള വാശിയിൽ അത് കൊടുത്തേ. ഞാനും പറഞ്ഞു ഇപ്പൊ ഭയങ്കര ഡീസൻ്റാന്ന്. എൻ്റെ അടുത്ത് തന്നെ എന്ത് നന്നായിട്ട് പെരുമാറണ. ഇപ്പൊ അതിന്റെ സ്വഭാവം നന്നാവുകയാണെങ്കിൽ നമ്മുടെ വോട്ട് മറിച്ചു കൊടുത്താലും വേണ്ടില്ല, അത് ജയിച്ചോട്ടെ എന്നാണ് എല്ലാ പാർട്ടിക്കാരും പറയണത്. അത് നന്നാവുകയാണെങ്കിൽ ഈ വാർഡിലുള്ള പ്രശ്നങ്ങളെ തീർന്നേനെ. ഇവിടെ ജയിച്ചു വരുന്ന മെമ്പർമാര് കൈന്റെ പ്രശ്നങ്ങൾ തീർക്കാൻ തന്നെ വേണം പകുതി മുക്കാൽ സമയം. ബാക്കി പ്രവർത്തനങ്ങൾക്ക് സമയം. അത് ജയിച്ചിട്ടായാലും നാട്ടിൽ സമാധാനം ഉണ്ടായാൽ മതിയായിരുന്നു. അത് ജയിച്ച നാടിന് സമാധാനം കിട്ടുമെങ്കിൽ അതിനെ തന്നെ ജയിപ്പിക്കുക. നമുക്ക് നാടിന്റെ സമാധാനമല്ലേ വലുത്. നമുക്ക് അതിന് വേണ്ടി ത്യാഗം ചെയ്യാം. ശരി എന്നാ. എല്ലാ പാർട്ടിക്കാരും അത് തന്നെയാണ് പറയണേ. എന്നാ എല്ലാം പറഞ്ഞ പോലെ.